ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങളുടെ ഓഡിറ്റിങ്ങിൻ്റെ എക്സാം നല്ലപോലെ പോയി എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെ വേണേലും ആയിക്കോട്ടെ, നന്നായിട്ട് പെർഫോം ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടാകും. ചിലപ്പം തിയറി ഡിഫിക്കൽട്ട് ആവുന്ന സ്റ്റുഡൻസിന് എഗെയിൻ ഓഡിറ്റിംഗ് പേപ്പർ പൊതുവെ കുറച്ച് റിക്കളക്ട് ചെയ്ത് എഴുതാനായിട്ടൊക്കെ ഉള്ളൊരു ഡിഫിക്കൽട്ടി കേട്ടിട്ടുണ്ട്. സോ വാട്ട് എവർ ബി ദ റീസൺ, എന്ത് റീസൺ ആയിക്കോട്ടെ, എങ്ങനെ ഹൗ എവർ യു ഹവ് അറ്റംപ്റ്റഡ് ദ പേപ്പർ, നോ ജസ്റ്റ് ഫർഗെറ്റ് ദാറ്റ്. നൗ യുവർ ലാസ്റ്റ് പേപ്പർ ഇസ് FM&SM. സോ FM&SM-നകത്ത് നമ്മൾ ഫൈനൽ ലാബ് സെഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഫോർ യുവർ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പേപ്പർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത 50 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ വന്നായിരുന്നു. ഹോപ്പ്ഫുള്ളി ദിസ് ടൈം ഓൾസോ ദേ വിൽ ബി പുട്ടിങ് ഫ്രം ഓർ ദേ ഹാവ് പുട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ഏരിയ ഓൺലി. നമുക്ക് അങ്ങനെ തന്നെ വിശ്വസിക്കാം. സോ ഇത് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 3 അറ്റംപ്റ്റിൻ്റെ QP അനാലിസിസ് നടത്തിയിട്ടാണ് ഈ പറയുന്ന ഫൈനൽ ആപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സോ ഐ ബി ജസ്റ്റ് ഡിസ്കസിങ് എ ചാപ്റ്റർ വൈസ്. ചാപ്റ്റർ 1-നകത്ത് ഇത്തവണ നല്ല ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഈ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് കുറേ തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടും ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ MTP RTPസിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് SM ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യേണ്ട, ഇൻഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ സോൾവ് ചെയ്യുമ്പം രമേശ് ശർമ്മ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. അതുപോലെ വിവേക് അങ്ങനെ വിക്രം എന്ന് പറയുന്ന രണ്ടും ഒരേ കൈൻഡ് ഓഫ് ക്വസ്റ്റൻ ആണ്. ലിമിറ്റേഷൻസിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റൻ. ഞാൻ ഇത് എടുത്ത് പറഞ്ഞതിൻ്റെ ഒരു കാര്യം മീൻസ് ഇതൊരു കേസ് ബേസ്ഡ് ക്വസ്റ്റനാണ്. അപ്പോൾ ചുമ്മാ തിയറി എഴുതി വെച്ചാൽ മാത്രം പോരാ. രമേശ് ശർമ്മ എന്ന് പറയുന്ന ആള് ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അയാൾ SM യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പോലും അയാൾ കുറച്ച് ലോസസ് ഒക്കെ ഫേസ് ചെയ്തു. സോ SM ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് SM. സോ രമേശ് ശർമ്മയുടെ ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് ആ ലിമിറ്റേഷൻ എഴുതുന്നത്. സിമിലർ വിത്ത് വിക്രം എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആ പറഞ്ഞ ബിസിനസ്സിൽ പുള്ളിക്ക് നഷ്ടമുണ്ടായി ഡിസ്പൈറ്റ് ഓഫ് ഫോളോയിങ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പോൾ ആ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഫോർ വിക്രം? അങ്ങനെ ആണ് ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്നത്. സോ ഓരോ പോയിന്റ് എഴുതുന്ന സമയത്ത് വിക്രം ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ രമേശ് ശർമ്മ ഫേസ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആൻസർ റെഫറൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എനിക്കൊന്ന് സ്റ്റഡി മെറ്റീരിയലിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. യു ക്യാൻ റെഫർ ദ സജസ്റ്റഡ് ആൻസർ, ജസ്റ്റ് ഗെറ്റ് ദ പ്രസന്റേഷൻ സ്റ്റൈൽ. സോ ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഗോൾസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അത് മൾട്ടിപ്പിൾ ചോയ്സിലും ചോദിക്കാം, ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും ചോദിക്കാം. അതിന് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ലെവൽസ് ആൻഡ് നെറ്റ്വർക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ 3 ലെവലുണ്ട്. കോർപ്പറേറ്റ് ലെവൽ, ബിസിനസ് ലെവൽ, ഫംഗ്ഷൻ ലെവൽ. അവരൊരു കഥ പോലെ തരും, ഏത് ലെവലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. അതുപോലെ ലാസ്റ്റ് ഒരു ടോപ്പിക് കിടപ്പുണ്ട്, നെറ്റ്വർക്ക് ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് സ്ട്രക്ചേഴ്സ്. ഓരോ സ്ട്രക്ചർ, ഹൊറിസോണ്ടൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ, ശരിക്കും നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിനകത്ത് കണക്ട് ചെയ്ത് വരുന്ന ഒരു ടോപ്പിക് അത്. സോ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ട് ജസ്റ്റ് ആ ടോപ്പിക് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. പിന്നെ ചാൻസ് ഉള്ളത് മിഷൻ എന്താണ്, എസെൻഷ്യൽസ് ഓഫ് എ മിഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ മിഷൻ എന്താണ്, പോയിന്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൽ ഡ്രാഫ്റ്റിംഗ് എ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതും അല്ലെങ്കിൽ നമ്മുടെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, വിഷനും മിഷനും നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ക്ലാസ്സിൽ അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്തിട്ടുണ്ട്. വിഷനും മിഷനും നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു കഥ തരും, അപ്പോൾ അതിനകത്ത് വിഷനും മിഷനും ഡ്രാഫ്റ്റ് ചെയ്യണം. സോ വിഷൻ എന്താ, മിഷൻ എന്താന്നുള്ള കഥ എഴുതുക, അതിൻ്റെ എസെൻഷ്യൽസ് എഴുതുക, ദെൻ യു വിൽ ഡ്രാഫ്റ്റ് എ വിഷൻ ആൻഡ് എ മിഷൻ. അപ്പോൾ ആ ഒരു സംഭവം ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇത്തവണ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ എനിക്ക് മൾട്ടിപ്പിൾ ചോയ്സിലും ഒരു 3 മാർക്സിനൊക്കെ ഒരു എക്സ്പെക്ടേഷൻ ഉള്ളതാണ് പ്രൊആക്റ്റീവ് റിയാക്റ്റീവ് കേട്ടോ. പ്രൊആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് സ്ട്രാറ്റജി എന്നുള്ളത് again I am expecting proactive and reactive strategy എന്നുള്ളത് I am actually expecting it for 2 marks, 3 marks or a multiple choice question. So this is the area or these are the areas where I am expecting from the chapter 1. So coming to chapter 2,
ഒരു ഏരിയ ഉണ്ട്, ഇൻട്രാക്ഷൻ ഓഫ് ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്. ബിസിനസ്സും എൻവയോൺമെന്റും എന്തിനാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഡിറ്റർമൈനിങ് ദ ഓപ്പർച്യൂണിറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഒരു 6 പോയിന്റ് കിടപ്പുണ്ട്. തിയറി ബേസ്ഡ് ക്വസ്റ്റൻ ആണ്. ഇൻട്രാക്ഷൻ, ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സ് ഇല്ലേ, ഡെമോഗ്രാഫിക് ഫാക്ടർ, മറ്റേ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ലീഗൽ ഫാക്ടേഴ്സ്, പല ഫാക്ടേഴ്സ് കിടപ്പുണ്ട്. കൾച്ചറൽ, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പോൾ ചിലപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് എടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് മാക്രോയിലെ ഏതെങ്കിലും മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിനകത്തെ ഏതെങ്കിലും ഒരെണ്ണം അവർ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ 2 എണ്ണം സ്പെസിഫിക് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. പിന്നെ അതിനെ തന്നെ റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് പെസൽ അനാലിസിസ്. മാക്രോ ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ടോപ്പിക്കാണ്. ഇറ്റ് ഇസ് എ ടൂൾ വിച്ച് ഇസ് യൂസ് ടു അനലൈസ് ദ മാക്രോ ഫാക്ടേഴ്സ്. സോ ആ പെസൽ അനാലിസിസും വായിച്ചുകൊണ്ട് പോകണം. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് എ പ്രോഡക്റ്റിന് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട്. ഒരു പ്രോഡക്റ്റിന്റെ ഒരാൾ അയാളുടെ ബിസിനസ് വേണ്ടി ഇന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാണ്. അയാൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വാട്ട് കുഡ് ബി ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പ്രോഡക്റ്റ്, അങ്ങനത്തെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്താണ്. സോ PLC ചോദിക്കാൻ നേരത്തെ എൻ്റെ ഡയഗ്രാം വരച്ചോണം. PLC എന്താണെന്ന് എഴുതണം. എങ്ങനെയാണ് സെയിൽസ്, കോമ്പറ്റീഷൻ, ഡിമാൻഡ് ഒക്കെ എഫക്ട് ചെയ്യുന്നത്, അതെല്ലാം എഴുതിക്കോണം. സോ PLCക്കകത്ത് ഡയഗ്രാം വരയ്ക്കാൻ മറക്കരുത്. PLC ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ദെൻ സിമിലർ ആയിട്ട് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരെണ്ണമാണ് എക്സ്പീരിയൻസ് കർവ്. 3 മാർക്സ് 4 മാർക്സ് ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ എക്സ്പീരിയൻസ് കർവ്? പിന്നെ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്, അതായത് എന്താണ് കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ്, സ്റ്റെപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റേറ്റീവ് ലാൻഡ്സ്കേപ്പ് ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടും ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ ടെക്നിക്കലി അതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് പോലെ ഫ്രെയിം ചെയ്തേക്കുമായിരിക്കും. സോ ആരുടെയും പേരോ ഒരു ഓർഗനൈസേഷന്റെ പേരോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ പേരൊക്കെ അവിടെ എഴുതാൻ വേണ്ടി മറക്കരുത്, ചുമ്മാ തിയറി പോലെ എഴുതി പോകരുത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ബാരിയേഴ്സ് ടു എൻട്രി ഇല്ലേ, നമ്മുടെ മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ. അതിനകത്ത് ബാരിയേഴ്സ് ടു എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ത്രെറ്റ് ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ടിനെ ബേസ് ചെയ്ത്, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു എൻട്രി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഫ്രം ദ മൈക്കിൾ പോട്ടേഴ്സ് വാട്ട് ഐ ഫീൽ ഇസ് നമ്മുടെ ത്രെറ്റ് ഓഫ് ദ ന്യൂ എൻട്രൻസ്. കാരണം ബാരിയേഴ്സ് ടു എൻട്രി ആയിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ലേ. സോ മൈക്കിൾ പോട്ടേഴ്സ് 5 ഫോഴ്സ് മോഡലിനകത്ത് ഇതും കൂടെ ഒന്ന് നോക്കിക്കോണം. ചിലപ്പോൾ ഇനിയിപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിന് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാവേ. അതായത് നമ്മുടെ ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്ന് നോക്കിക്കോണം. പിന്നെ ഇത് നോക്കിക്കും, ബാർഗെയിനിങ് പവർ. കാരണം മറ്റേത് ബാരിയേഴ്സ് ടു എൻട്രിക്കകത്ത് ഓൾറെഡി വരും, അത് ഇൻട്രോ ആയിട്ട് ന്യൂ എൻട്രൻസിന്റെ കാര്യം വരും. സോ ദാറ്റ് ഇസ് വിത്ത് ചാപ്റ്റർ 2. നൗ കമ്മിങ് ടു ചാപ്റ്റർ 3, സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ്. ചോദിച്ചിട്ട് കുറച്ച് നാളായി, പക്ഷെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു കമ്പനിക്ക് അതിന്റെ മാർക്കറ്റ് പൊസിഷൻ എന്താണ്, അതിന്റെ കോമ്പറ്റേറ്റീവ് പൊസിഷൻ എന്താണ്, എന്ത് അപ്രോച്ചസ് ആണ് കോമ്പറ്റീറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ രീതിയിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ആണ് ആ ടൂൾ. സോ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് എന്താണ്, പ്രൊസീജിയർ ഫോർ സ്ട്രാറ്റജിക് ഗ്രൂപ്പ് മാപ്പിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിങ്ക്രോ മാർക്കറ്റിംഗ്, ഡി മാർക്കറ്റിംഗ്, നമ്മുടെ ഡിഫറൻഷ്യൽ മാർക്കറ്റിംഗ്, കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്, ഓഗ്മെന്റഡ് മാർക്കറ്റിംഗ്, കുറേ ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക്സ് പഠിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. സോ മാർക്കറ്റ് ഞാനിപ്പോൾ 3-4 എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ടെക്നിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ നമ്മുടെ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ടോ. പിന്നെ മാർക്കറ്റിംഗ് ചാനൽസ് ഉണ്ട്. ചാനൽസ് അതായത് നമ്മുടെ സെയിൽസ് ചാനൽ, പ്രോഡക്റ്റ് ചാനൽ, സർവീസ് ചാനൽ എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽസ് ഉണ്ട്. സോ ചാനൽസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കംസ് മെൻക്ലോസ് മെട്രിക്സ്. മെൻക്ലോസ് മെട്രിക്സ് പറഞ്ഞാൽ സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് മെട്രിക്സ് ആണ്. സ്റ്റേക്ക് ഹോൾഡറിന്റെ പവർ ആൻഡ് ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് എന്തുമാത്രം അത് ഓർഗനൈസേഷന്റെ പെർഫോമൻസിനെ ബാധിക്കും, എന്തുമാത്രം ഓർഗനൈസേഷന്റെ സ്ട്രാറ്റജിയെ ബാധിക്കും എന്നൊക്കെ ബേസ് ചെയ്യുന്ന ഒരു മെട്രിക്സ് ആണ്. മെൻക്ലോസ് മെട്രിക്സിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ചോദിക്കാം. ഒരു കഥ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് കീ പ്ലെയർ ആണോ, നമ്മുടെ ലോ പ്രയോറിറ്റി ആണോ, അങ്ങനെ നമ്മൾ എടുത്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് മെൻക്ലോസ് മെട്രിക്സ് ആയിരിക്കും ചോദിക്കുക. ദെൻ കംസ് ദ ഒരു തിയറി പാർട്ടാണ്. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് എന്തൊക്കെ പ്രൈസിങ്, എന്ത് കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ് മനസ്സിൽ വെച്ചിട്ട് വേണം അവർ പ്രൈസിങ് ഫിക്സ് ചെയ്യാൻ. 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. അപ്പോൾ ആ 3 ഒബ്ജക്റ്റീവ്സ് ഇറ്റ്സ് എ വെരി സ്മോൾ തിയറി. അപ്പോൾ ഞാൻ പിക്ക് എന്ന് പറഞ്ഞൊരു കോഡ് ഇട്ടിട്ട് അത് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ, കസ്റ്റമർ സെൻട്രിക് അപ്രോച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രൊഡ്യൂസ് സഫിഷ്യൻറ്റ് റിട്ടേൺ ഓവർ ദ മറ്റേ ഓവർ കോസ്റ്റ് എന്നുള്ള സംഭവമൊക്കെ നമ്മൾ 3 സ്ട്രാറ്റജി പിക്ക് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ നോക്കിയിട്ട് പോകണം ഫോർ ചാപ്റ്റർ 3. നൗ കമ്മിങ് ഫോർ ചാപ്റ്റർ 4, കഴിഞ്ഞ പ്രാവശ്യം ഡൈവെസ്റ്റ്മെന്റ് ചോദിച്ചത് കൊണ്ട് ഐ ഫീൽ ടേൺ അറൗണ്ട് സ്ട്രാറ്റജി, ടേൺ അറൗണ്ടിനകത്ത് ആക്ഷൻ പ്ലാൻ ചോദിക്കാൻ നല്ല ചാൻസ് ആണ്. പിന്നെ ടേൺ അറൗണ്ടിനകത്ത് നമ്മുടെ മറ്റേ സ്റ്റെപ്സ് ഇല്ലേ, ഇന്ന കാര്യങ്ങൾ എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ടേൺ അറൗണ്ട് ആണ്. ആ ബേസിൽ ഒരു ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ കംസ് സ്ട്രാറ്റജി മെട്രിക്സുകളാണ്.
സ്ട്രാറ്റജിയുടെ മെട്രിക്സുകളാണ്. അപ്പോൾ അതിനകത്ത് ആൻസ് ഓഫ് മെട്രിക്സ്, BCG മെട്രിക്സ്, GE, ADL, ഇതൊക്കെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ടോ ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ടോ നിങ്ങളോട് ചോദിക്കാം. ആൻസ് ഓഫ് BCG, GE, ADL മൾട്ടിപ്പിൾ ചോയ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്, കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക് അലയൻസ് ചോദിച്ചിട്ട് കുറേ നാളായി, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കിക്കോണം. അപ്പാർട്ട് ഫ്രം മീനിങ് അഡ്വാൻറ്റേജും നോക്കണം, ഡിസഡ്വാൻറ്റേജും നോക്കണം. വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് സ്ട്രാറ്റജിക് അലയൻസ്. അതിന് കൂടെ തന്നെ വേറെയുള്ളൊരു ടോപ്പിക്കാണ് മെർജേഴ്സ് ആൻഡ് എക്വിസിഷൻ. ടൈപ്സ് ഓഫ് മെർജർ ഉണ്ട്. മെർജർ എന്താണ്, എക്വസിഷൻ എന്താണ്, ടേക്ക് ഓവർ എന്താണ്, ടൈപ്സ് ഓഫ് മെർജർ, വെർട്ടിക്കൽ മെർജർ, ഹൊറിസോണ്ടൽ മെർജർ, മറ്റേ കോൺഗ്ലോമറേറ്റ് മെർജർ. അപ്പോൾ ആ പറയുന്ന മെർജേഴ്സിൻ്റെ കംപ്ലീറ്റ് ടോപ്പിക് ഒന്ന് നോക്കിയിട്ട് പോകണം. മെർജേഴ്സ് ആൻഡ് എക്വസിഷൻ, സ്ട്രാറ്റജിക് അലയൻസ് ഇത്തവണ ചാൻസ് നല്ല കൂടുതൽ. കമ്മിങ് ടു ദ ലാസ്റ്റ് ചാപ്റ്റർ, ചാപ്റ്റർ 5, അതിനകത്ത് ഇപ്പം കുറച്ച് നാളായി ചോദിച്ചിട്ട് സ്ട്രാറ്റജിക് ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ കേർട്ട് ലൂയിൻസ് മോഡൽ ഓഫ് സ്ട്രാറ്റജിക് ചേഞ്ച്. ഇത് രണ്ടും രണ്ട് ടോപ്പിക്കാണ്, മറക്കരുത്. കേർട്ട് ലൂയിൻസ് മോഡൽ ഓഫ് ചേഞ്ച് ആണോ അല്ലയോ എന്ന് പറയാൻ ഞാനൊരു കീവേഡ് ഒക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രീസ് എന്നുള്ളൊരു വാക്ക് ഓർത്താൽ മതി. സ്ട്രാറ്റജിക് ചേഞ്ച് എന്ന് പറയുമ്പോൾ RC ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതാണ് കോഡ്. ഇതൊക്കെ പോയിന്റ്സ് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചാണ്. സോ കേർട്ട് ലൂയിൻസ് മോഡൽ ഓഫ് ചേഞ്ച് നോക്കണം, സ്ട്രാറ്റജിക് ചേഞ്ച് നോക്കണം. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷണൽ പ്ലാനിങ്. അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു ഡിഫറൻസ് ബിറ്റ്വീൻ കിടപ്പുണ്ട്, സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതും എനിക്ക് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് ഇത്തവണ. സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷനും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ, ഏതെങ്കിലും ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ പൊതുവേ ചോദിക്കാറുണ്ട്. പിന്നെ ഫോർവേഡ് ലിങ്കേജ് എന്താണ്, ബാക്ക്വേർഡ് ലിങ്കേജ് എന്താണ്, എഗെയിൻ ചോദിച്ചിട്ട് കുറേ നാളെ, വിച്ച് ഇസ് എഗെയിൻ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് ഇല്ലേ, മെക്കൻസേ 7S മോഡൽ, അതും ചോദിച്ചിട്ട് കുറേ നാളായി നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടോ കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ടോ ഓർഗനൈസേഷണൽ ഫ്രെയിംവർക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രാറ്റജിക് കൺട്രോൾ എഗെയിൻ ചോദിച്ചിട്ട് ഒത്തിരി നാളായി, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് നിന്ന് എടുത്ത് ചോദിക്കാൻ പറ്റും. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്പറേഷണൽ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് കൺട്രോൾ, വാട്ട് ഡു യു മീൻ ബൈ ഇംപ്ലിമെന്റേഷൻ കൺട്രോൾ, വാട്ട് ഡു യു മീൻ ബൈ പ്രിമൈസ് കൺട്രോൾ, അല്ലെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്ട്രാറ്റജിക് സർവൈലൻസ്, അല്ലെങ്കിൽ ഈ ഒറ്റ ടോപ്പിക്കായിട്ട് ചോദിക്കാം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ. അവർക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റൻ ചോദിക്കാം. സോ ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. പിന്നെ SPM എന്ന് പറയുന്ന ഏരിയ ആസ് സച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. SPM-നകത്ത് ഇമ്പോർട്ടൻസ് ഓഫ് SPM, പിന്നെ മെഷേഴ്സ്. SPM ടോപ്പിക് ആസ് സച്ച് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. SPM റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ ഒരു അറ്റംപ്റ്റ് മാത്രമേ സ്കിപ്പ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ മുന്നത്തെ 2 അറ്റംപ്റ്റിലും SPM ചോദിച്ചിട്ടുണ്ട്. സോ SPM അഗൈൻ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മെട്രിക്സിനകത്തുനിന്ന് ഇത്തവണ SBU ഡിവിഷണൽ, മൾട്ടി ഡിവിഷണൽ, നമ്മുടെ R ഗ്ലാസ്, ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഡിവിഷണൽ, മൾട്ടി ഡിവിഷണൽ, SBU, ഫങ്ഷണൽ. ഈ ഫങ്ഷണൽ ഡിവിഷണൽ, മൾട്ടി ഡിവിഷണലൊക്കെ ഭയങ്കര റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സിമിലർ SBU ഇത് റിലേറ്റഡ് ആണ്. പിന്നെ R ഗ്ലാസ് സ്ട്രക്ചർ. സോ ദി മെട്രിക്സിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഫോർ യുവർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണ്ടും പറയാണ്, ഇന്ന് നിങ്ങൾക്ക് FM റിവൈസ് ചെയ്യാം. നാളെ ഏകദേശം ഒരു ഈവനിങ് 5 o'clock ഒക്കെ ആകുമ്പം SM എടുത്താൽ മതി. വേറെ ഒന്നുകൊണ്ടല്ല ഞാൻ SM ആ സമയത്ത് എടുക്കാൻ പറയുന്നത്. കാരണം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു പ്രോബ്ലം പേപ്പറാണ്, പക്ഷേ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തിയറി പേപ്പറാണ്. സോ ഒരു തിയറി പേപ്പർ നമ്മൾ ഓർത്തെടുത്ത് എക്സാമിന് റിക്കളക്ട് ചെയ്ത് വരണം. അപ്പോൾ ദാറ്റ് വിൽ ടേക്ക് എ ലോഡ് ഓഫ് ടൈം. നമ്മളിപ്പോൾ SM ഇന്നും നാളെ വൈകുന്നേരം വരെ പഠിച്ചു, എന്നിട്ട് നമ്മൾ FM പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ടെക്നിക്കലി എക്സാമിൻ്റെ അന്ന് ഉച്ചയാവുന്ന സമയത്ത് 2 ദിവസം മുന്നേ പഠിച്ച ഓർമ്മ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ പരീക്ഷയുടെ തൊട്ട് തലേന്ന് ലേറ്റ് ആയിട്ട് ഒന്ന് റിവൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പരീക്ഷയ്ക്ക് മുന്നേ വരെ അത് തന്നെ, പരീക്ഷയുടെ രാവിലെ തൊട്ട് എക്സാം ഹാളിൽ കയറുന്നിടം വരെ, പ്ലസ് നാളെ വൈകുന്നേരം ഒരു 2 to 3 hours കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ മറന്നു പോകാതെ നമ്മുടെ തലയിൽ ഇത് ഉണ്ടാവും. സോ എക്സാമിനേഷൻ വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും, പ്ലീസ് അറ്റൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഫസ്റ്റ്. അത് 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. MCQ ആൻഡ് യുവർ ഡിസ്ക്രിപ്റ്റ് 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു 2 hours എടുക്കുക. അതല്ലാതെ കുറേ ടൈം SM-ന് വേണ്ടി കളയണ്ട. FM എഴുതിയിട്ട് SM-ലോട്ട് വരാൻ നേരത്ത് SM തിയറി ആയതുകൊണ്ട് മറന്നുള്ള ചാൻസ് കൂടുതലാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് എ പ്രോബ്ലം പേപ്പർ. സോ യു വിൽ ഡെഫിനറ്റ്ലി റിക്കളക്ട് ദറ്റ് പെർട്ടിക്കുലർ പേപ്പർ. നിങ്ങളൊരു പ്രോബ്ലം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ പോലും സ്റ്റിൽ യു വിൽ ബി ഏബിൾ ടു റിക്കളക്ട് ദ പ്രോബ്ലം പേപ്പേഴ്സ്. അതാണ് ബെനിഫിറ്റ് ഓഫ് സ്റ്റഡിങ് എ പ്രോബ്ലം പേപ്പർ. സോ നിങ്ങൾ SM ഇങ്ങനെ റിവൈസ് ചെയ്താൽ മതി. നാളെ ഈവനിങ്, അതായത് പരീക്ഷയുടെ തലേന്ന് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ചാപ്റ്റർ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി സേ ചാപ്റ്റർ 1 and 2. കാരണം ഫ്രഷ് ആയിട്ട് ഓർത്തിരിക്കുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ 3, 4 and 5. അതായത് ഇത് 2 ചാപ്റ്ററും കൂടെ നിങ്ങളൊരു 3 മണിക്കൂർ എടുത്താൽ മതി. 1 and 2-ന് 3 hours എടുത്താൽ മതി. മറ്റേത് അടുത്ത ദിവസം രാവിലെ ഒരു 6 മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് 1 മണി വരെ ചാപ്റ്റർ 3, 4, 5 നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ട് ഓർത്തിരിക്കും. കാരണം എല്ലാ ചാപ്റ്റേഴ്സിനും ഈക്വൽ വെയിറ്റേജസ് ആണ്. ഇത് മാത്രം റിവൈസ് ചെയ്യണം എന്നല്ല, ഇത് റിവൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കി ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഒരു ABC അനാലിസിസ് നടത്തുക. ഇതാണ്
ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇത് എന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ചിലപ്പോൾ ഇത് എന്നെ വരാം, വി ഡോണ്ട് നോ. അപ്പോൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്തിട്ട് എന്തായാലും 1 and 2 ഇത്രയും ടോപ്പിക്സ് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ 3 മണിക്കൂർ വേണ്ട. ഇത് നിങ്ങളൊരു ടൈം ടാർഗറ്റ് വെക്കുക, ഒരു 45 minutes അല്ലെങ്കിൽ ഒരു 1 hour, എന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ബാക്കി ടോപ്പിക്സ് ജസ്റ്റ് വായിച്ച് വിടുക. സോ മറ്റേത് വന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ആസ് സച്ച് വിട്ടിട്ട് ഇത് മാത്രം നിങ്ങൾ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. ഓക്കെ, സോ ഹോപ്പ്ഫുള്ളി ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ feel free to message me personally, or if you don't have my number, you can actually write it in the comment box. ഇതിൻ്റെ ലൈവ് പിന്നെ കാണുന്ന കുട്ടികൾ, അതായത് റെക്കോർഡ് പോലെ കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതിയാൽ മതി. SM കഴിഞ്ഞ് 3 attempts ആയിട്ട് പേപ്പർ നല്ല എളുപ്പമായിരുന്നു, ഈവൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എപ്പോഴും മൾട്ടിപ്പിൾ ചോയ്സിനും ടൈം മാനേജ്മെന്റ് വെച്ചോണം, 10 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്യുവാണ്. MTP RTP ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്, കഥ പോയി ആദ്യം വായിക്കരുത്, കേസ് ബേസ് ക്വസ്റ്റ്യനകത്തെ കഥ വായിക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിൻ്റെ കഥ പോയി വായിക്കുക. അല്ലെ വേണ്ടിയതും വേണ്ടാത്ത ഇൻഫർമേഷൻ ഒക്കെ തലയിലുണ്ടാവും, ഓപ്ഷൻസ് വരുമ്പോൾ തെറ്റിപ്പോകും. സോ റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ദെൻ ഗോ റീഡ് ദ സ്റ്റോറി, സോ യു വിൽ ഗെറ്റ് എൻ ഐഡിയ. പിന്നെ നമ്മുടെ ലോയ്ക്കകത്ത് MCQ ഭയങ്കര കൂടുതലായിരുന്നു. അങ്ങനെ എങ്ങാനും SM വന്ന സ്പീഡ് വായിച്ചോണം. കാരണം മാക്സ് ടു മാക്സ് 15 മാർക്കേ ഉള്ളൂ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സിന്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പാടായി കഴിഞ്ഞാൽ, FM പാടായാലോ SM പാടായാലോ, ഏത് സെറ്റ് പാടായാൽ പോലും പാനിക് ആവാതെ തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് SM ഭയങ്കര ഡിഫിക്കൽട്ടാന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഡോണ്ട് തിങ്ക് ട്വൈസ്, ഗോ ഫോർ FM ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. വൈസ് വേഴ്സ, അങ്ങനെ മറ്റേ FM ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി SM എളുപ്പമായിട്ട് തോന്നി കഴിഞ്ഞാൽ SM അടിപൊളിയായിട്ട് എഴുതുക. ബാക്കി FM ലൈക്ക് ഈവൻ ഇഫ് യു റൈറ്റ് 25-30 marks, യു വിൽ ബി ഏബിൾ ടു സ്കോർ 5-10 marks. അല്ലെ ഇനിയിപ്പോൾ രണ്ടിൻ്റെയും MCQ ആണ് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്, MCQന് മനസ്സിൽ ഓർക്കുക 15 മാർക്കേ ഉള്ളൂ. അതിനകത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ 8-9 മാർക്ക് കിട്ടിയാൽ പോലും അടിപൊളിയാണ്. സോ ആ 15 മാർക്കിന് വേണ്ടി കുറേ സമയം കളയരുത്. കാരണം ദിസ് ഇസ് വാട്ട് ലോ സ്റ്റുഡൻസ് ഡിഡ്. അവർ 1-1.25 മണിക്കൂർ വെറുതെ മൾട്ടിപ്പിൾ ചോയ്സിന് കളഞ്ഞു. മാക്സ് 30 marks മാത്രമേ ഉള്ളൂ മൾട്ടിപ്പിൾ ചോയ്സ്, ബാക്കി 70 marks കിടക്കുമായിരുന്നു. സോ ആ മിസ്റ്റേക്ക് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അത് വരുത്തരുത്. ദിസ് യുവർ ലാസ്റ്റ് പേപ്പർ, so give your best shot. Okay, so all the very best for your exams. Thank you.